പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുതിയ നിയമത്തിൻ്റെ കാര്യങ്ങളാണ് എടുക്കുന്നത്. ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ദൈവമില്ല, യേശു തന്നെ ഒരു മിഥ്യയാണെന്നുള്ളതാണ്. കർത്താവിനെ പറ്റിയും ഒക്കെ അവർ പറയുന്ന ഒരു വലിയൊരു കൂട്ടം ഇപ്പോഴും ഉണ്ട്. അത് വർദ്ധിച്ചു വരികയാണ് നമ്മൾ ഇപ്പോഴത്തെ എല്ലാ സാഹചര്യത്തിലും. അതിന് വളം വെച്ച് കൊടുക്കുന്നവരാണ് കൂടുതലും പേര്, അധികാരമുള്ളവരും ഒക്കെ എല്ലാവരും തന്നെ. അപ്പോഴങ്ങനെ അതുകൊണ്ട് അത് ഒരു ശാസ്ത്രീയ വീക്ഷണത്തിൽ, യുക്തിക്ക് നിരക്കുന്ന വീക്ഷണത്തിൽ ചരിത്ര സത്യവുമായിട്ട് അത് താരതമ്യപ്പെടുത്തി ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുകയല്ലായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ, സാക്ഷ്യങ്ങളൊക്കെ പറയുകയായിരുന്നു. ഉണ്ടായിരുന്ന ചരിത്ര സത്യങ്ങളിൽ, ചരിത്രത്തിൽ കൂടിയുള്ളത് യുക്തിക്ക് നിരക്കുന്ന വിധത്തിൽ മനസ്സിലാക്കാവുന്നത്, ശാസ്ത്രീയമായിട്ട് തന്നെ വിശദീകരിച്ച് മനസ്സിലാക്കാവുന്ന വിധമെല്ലാം പറയുകയായിരുന്നു. നമുക്ക് അതിനെയും തുടരാം. കാരണം അങ്ങനെ വളരെ വിശദമായിട്ട് പറയാനുള്ള സമയ ദൈർഘ്യങ്ങളൊക്കെ ഒരുപാട് ദിവസങ്ങളെടുക്കും. അതൊക്കെ നമുക്ക് തന്നെത്താൻ തന്നെ സ്വയം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ നമുക്ക് യേശുവിനെ അറിയണം, ദൈവത്തെ അറിയണം എന്ന ആഗ്രഹമുള്ളവർക്ക് അറിയാൻ വളരെ എളുപ്പമുണ്ട്. മനസ്സ് വയ്ക്കണം, മുൻവിധിയില്ലാതെ മനസ്സ് വയ്ക്കണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. മനസ്സില്ലാത്തവർക്ക് പോലെ ഉറക്കം നടിച്ചും കൊണ്ട് കിടക്കുന്നവരെ ഉണർത്തി അവർക്ക് ഉണർത്താനും പറ്റത്തില്ല. കണ്ണടച്ചിരുട്ടാക്കുന്നവർക്ക് വെളിച്ചം വരുത്താൻ ഉടനെ പറ്റുകയില്ല. അപ്പോൾ അതൊക്കെ അഭിനയമാണ്, അറിയാൻ വയ്യാതില്ല. കാരണം അല്പം ചിന്തിച്ചാൽ അതെല്ലാം അവർക്ക് മനസ്സിലാകും. അപ്പോൾ മനസ്സിലാകും. നമ്മൾ അത് പെട്ടെന്ന് അവർക്ക് പിടികിട്ടുകയും ചെയ്യും. അപ്പോഴെന്തെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഭയവും ഉണ്ട് ഉള്ളിൽ. ഞാൻ ദൈവത്തോടെ അടുത്ത് കഴിഞ്ഞ ചരിത്രമൊക്കെ അവർക്കും അറിയാം. അടുത്തവരെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരടുത്ത് പോകും. പിന്നെ അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല, മനസാക്ഷിയുള്ളവർക്ക്. അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വം നിഷേധിച്ച് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ചുമ്മാ അങ്ങ് പറഞ്ഞു നടക്കുവാന്ന് തോന്നുന്നു. അപ്പം കർത്താവ് ഞാൻ പറഞ്ഞു, അപ്പോൾ യേശു തന്നെ പറഞ്ഞു ഞാൻ ദൈവമാണെന്ന്. ഞാൻ പറഞ്ഞു ദൈവം തന്നെയാണെന്ന്. അപ്പോൾ യേശു പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്നവർ കുറേ പേരുണ്ട്. ഞാൻ അതൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ചില വീഡിയോകളും എല്ലാം ചില അഭിപ്രായങ്ങൾ, കമൻറ്റുകളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു. ഇനി അടുത്ത യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 38-ാം വാക്യം, 14-ാം അധ്യായം 10-12 വരെയൊക്കെയുള്ള വാക്യങ്ങൾ ഞാൻ പലയിടത്തും ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ സുവിശേഷത്തിലും ഉണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഞാൻ പറയേണ്ട, കർത്താവ് യേശു എന്തിനാ പിന്നെ മരിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാ മരിക്കും? ദൈവം ആണെങ്കിൽ മരിക്കാൻ പാടില്ല. അത് ഇപ്പോൾ ഇവർ മാത്രമല്ല, ആ കുരിശിൽ കിടന്ന കൂട്ടത്തിൽ കിടന്ന ഒരു കള്ളനും പറഞ്ഞു, മറ്റുള്ളവരും പറഞ്ഞു. ഒരു കള്ളനെന്ന് പറഞ്ഞാൽ ഒരു പിടിച്ചു പറയും, കൊലപാതകവും ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു വിപ്ലവകാരിയായിരുന്നു. കള്ളനെന്നങ്ങ് തീർത്ത് പറയാനുള്ള അവരുടെയൊക്കെ ചരിത്രം അങ്ങനെയാണ്. അപ്പോൾ അയാളും പറഞ്ഞു, ഇടതുവശത്ത് അതിലെ ദിമിത്രേസ്, ദിമാക്കൂസ് എന്നിങ്ങനെയുള്ള രണ്ട് പേരെയായിരുന്നു. കള്ളന്മാരെന്നങ്ങ് എപ്പോഴും പറഞ്ഞ് അവർ അങ്ങനെയൊക്കെ ആയിപ്പോയി. കാരണം അവർ കള്ള സ്വഭാവവും ഉണ്ടായിരുന്നു. അവർ ഒരു വിപ്ലവകാരികളായിരുന്നു സമൂഹത്തിൽ അന്നത്തെ. എങ്കിലും കള്ളന്മാരെന്നുള്ള പേര്, കാരണം പിടിച്ചു പറയുക. പിന്നെ അവരുടെ സമരങ്ങളൊക്കെ പൊളിഞ്ഞപ്പോൾ പിടിച്ചു പറയും കൊള്ളയും ഒക്കെ അവരുടെ തൊഴിലാക്കി ജീവിക്കാനൊക്കെ ഉള്ള കാര്യത്തിൽ. അതുകൊണ്ട് ജയിലിൽ കൊലപാതകവും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജയിലിൽ കഴിഞ്ഞിരുന്നവരായിരുന്നു അവർ. അപ്പോൾ അതിൽ ഒരുത്തൻ പറഞ്ഞു, ഇടതുവശത്ത് വെച്ചിരുന്ന അയാൾ പറഞ്ഞത്, നീ ദൈവതനാണെങ്കിൽ ഇറങ്ങി വാ,
ഞങ്ങളെയും കൂടെ മോചിപ്പിക്കും, നിന്നെ തന്നെ നീ ആദ്യം മോചിപ്പിച്ച് ഞങ്ങളെയും കൂടെ അങ്ങ് മോചിപ്പിക്കുക, കുരിശിൽ നിന്ന് ഞങ്ങളെ അങ്ങ് ജീവിപ്പിച്ച് വിടാന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടും കൊണ്ട് അവിടെ നിന്ന് തലകൂലിക്ക് എല്ലാവരും ഈ യഹൂദർ പ്രമാണിമാരും എല്ലാവരും കളിയാക്കാൻ ഉണ്ടായിരുന്നവരൊക്കെ അങ്ങനെ ചെയ്യുകയായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങി ക്രിസ്തുവിൻ്റെ ജനനം മുതലേ ഇങ്ങനെയുള്ള വിരുദ്ധ ശക്തികൾ തുടങ്ങിയിട്ടുണ്ട്. ഹെറോദേസ് എപ്പോഴും തുടങ്ങിയില്ലേ? ഹെറോദേസ് ഫസ്റ്റ് അയാളെ 2 വയസ്സിൽ ക്രിസ്തു ജനിച്ചെന്ന് ഒരു ശിശു ജനിച്ചു, രാജാവാണ്, റോമൻ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ളതാണ്, ഇസ്രായേലിൻ്റെ സിംഹാസനം സ്ഥാപിക്കാൻ, പഴയ ദാവീദിൻ്റെ കാലത്ത് സാമ്രാജ്യം സ്ഥാപിക്കുന്ന ആളാണെന്നറിഞ്ഞപ്പം അയാൾ ഞെട്ടി വിറച്ച് അയാളെ എന്തെല്ലാം വെപ്രാളമായിരുന്നു കാണിച്ച് 2 വയസ്സ് അതിന് താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം അയാൾ വധിക്കാൻ ഉത്തരവിട്ടു, എല്ലാവരെയും കൊന്നു. എന്തൊരു ക്രൂരത, കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത കാണിച്ച മനുഷ്യനായിരുന്നു. ദൈവത്തെ എതിർത്ത ക്രിസ്തുവിനെ, കാരണം അയാൾ രാജാവാണെന്ന് പറയാം. ഒരു ദൈവം ഉണ്ടാകാൻ പാടില്ല, റോമൻ ചക്രവർത്തി ആണ് ദൈവം, അല്ലാതെ ആരുമില്ല എന്നുള്ളതാണ്. അപ്പം മറ്റ് ദൈവങ്ങൾ ദേവന്മാരൊക്കെ അല്ലാതെയും ഉണ്ട് ഒരുപാട്, ചക്രവർത്തിയെ കൂടാതെ. അപ്പോൾ മറ്റൊരാളുണ്ടാകാൻ പാടില്ല. പിന്നെ രാജാവും കൂടാണ് സിംഹാസനം സ്ഥാപിക്കും, റോമനാധിപത്യം നിലയ്ക്കുമെന്ന് എല്ലാം നിലയ്ക്കുമെന്ന് പറഞ്ഞാൽ സഹിക്കുകയില്ല. അതുപോലെ അന്നു മുതൽ അപ്പോഴുണ്ടായ ആ ജന്മം മുതലുണ്ടായ കാര്യങ്ങൾ ഇന്നും അത് ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ശക്തികളുണ്ട്, തിന്മയുടെ ശക്തികൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവർക്ക് തിന്മയല്ലാതെ മറ്റൊന്നും ഉണ്ടാകുകയില്ല, അവർ സമ്മതിക്കുകയില്ല തിന്മയുടെ ശക്തികളാണെന്ന്. പക്ഷേ അങ്ങനെ തന്നെയാണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവ് തന്നെ ഇപ്പോൾ അവർ ശിഷ്യന്മാരൊക്കെ 4 പേരും ഉണ്ടായിരുന്ന അവർ സ്ലീഹന്മാരിൽ 12 പേരിൽ ഈ 4 പേര് സുവിശേഷങ്ങളൊക്കെ എഴുതി. അപ്പോൾ അവരൊക്കെ എഴുതിയത് കർത്താവിനെ കണ്ടറിഞ്ഞ് കേട്ടത് മാത്രമല്ല, കണ്ടു അറിഞ്ഞു, കൂടെ നടന്ന് വസിച്ച് കൂടെ തന്നെ ഉറങ്ങിയും ആഹാരമില്ലാതെയും കിടന്നു, പട്ടിണി കിടന്നും എല്ലാം അങ്ങനെ കർത്താവിൻ്റെ കൂടെ തന്നെ ജീവിച്ചവരാണ്, യേശുവിൻ്റെ കൂടെ. അവരൊക്കെ അപ്പം കർത്താവിനെ അവർ എഴുതിയിരിക്കുന്നത് തെറ്റാകാനൊന്നും വഴിയില്ല. അതിന് പുകഴ്ത്തിയില്ല. അവരെന്തിനാ ഇത്രയും ത്യാഗം സഹിച്ച് അവിടെ കഴിഞ്ഞത്? അവർക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു. അപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് മരിച്ചടക്കപ്പെട്ടപ്പോൾ അങ്ങനെ പോയ ഒരു കൂട്ടരെ അവിടെ പറയുന്നുണ്ട്. ഇവിടെ എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർ ലൂക്കയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എമ്മാവൂസിലേക്ക് പോയി അവർ 2 പേര്. അപ്പോൾ കർത്താവ് യേശു ഉത്ഥാനം ചെയ്ത യേശു അതവരറിഞ്ഞില്ല ഉത്ഥാനം ചെയ്തെന്ന്. മരിച്ചു അടക്കപ്പെട്ടു. ഉടൻ തന്നെയാണ് അവരിങ്ങനെ അങ്ങ് പോകണം. ഇനി എന്തുവാ രക്ഷ? ഇങ്ങനെ പോയി, നമ്മൾ സ്വപ്നം കണ്ടതെല്ലാം പോയി. ദാവീദിൻ്റെ സിംഹാസനം സ്ഥാപിക്കാൻ വന്ന ആളാണെന്ന് വിചാരിച്ചിരുന്നു, അതൊക്കെ പോയി. അപ്പോൾ അങ്ങനെ വിചാരിച്ച് അവർ നിരാശയോടെ പോവുകയാണ്, പഴയ തൊഴിലിന് പഴയ ഗ്രാമത്തിലോട്ടൊക്കെ പോവുകയാണ്. എമ്മാവൂസിലേക്ക് പോയവരെ വർണ്ണിച്ചിരിക്കുന്നത്, അവർ ഈ പഴയ കാര്യങ്ങളും എല്ലാം പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഒരാളിങ്ങനെ കൂടി നടന്നു, അത് യേശുവാണെന്ന് അവരറിഞ്ഞില്ല. ഉദ്ധാനം ചെയ്ത യേശു അവരെ സാന്ത്വനിപ്പിക്കാൻ ആയിട്ട് വരികയാണ്. അവർക്ക് കാര്യങ്ങൾ അവർക്ക് അത്രയ്ക്ക് അവർ പഠിച്ചിരുന്നില്ല. കൂടെ നടന്നതെല്ലാം ചെയ്തെങ്കിൽ അവരുടെ മനസ്സിലെപ്പോഴും ഒരു ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ തന്നെ പഴയ സാമ്രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിലെ അധികാരികളായിട്ട് തങ്ങൾക്ക് തുടരാമെന്നുള്ള ഒരു ചിന്തയാണ് മനസ്സിൽ കിടന്നത്. അതുകൊണ്ട് തന്നെ അവരത് മനസ്സിലാക്കിയില്ല യേശുവാണെന്നുള്ളത്. പിന്നീട് അവർക്ക് പരിശുദ്ധാത്മാവ് അതിൻ്റെ വന്നപ്പോൾ പരിശുദ്ധാത്മാവർഷം ഉണ്ടായപ്പോഴാണ് അവർ അത് ഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ആദ്യമേ തന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് പടച്ചുവിട്ട് എഴുതിക്കൂടെ? അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കുരിശിൽ തൂക്കിയപ്പോൾ അപ്പോഴും തന്നെ അവർക്ക് അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ അവർക്ക് കർത്താവിനെ വിട്ടുപോയൊരു ഒരുപാട് പേര്, എല്ലാ ശിഷ്യരും ആയിരക്കണക്കിന് ആയിരങ്ങളുണ്ടായിരുന്നു. അവരെല്ലാവരും കർത്താവിനെ ഉപേക്ഷിച്ച് പോയായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ശരീരം ഭക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അത് പോയില്ല. അപ്പോൾ കർത്താവ് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ കയ്യിലുണ്ട്, പിന്നെ ഞങ്ങളെവിടെ പോകാനാ എന്ന് പത്രോസ് പറയുന്നു, എല്ലാവരും പറയുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയാണത് പറഞ്ഞത്. അപ്പോൾ ഇത്രയും പേര് പോയപ്പോൾ അവരുടെ കൂട്ടത്തിൽ പോകാമായിരുന്നു, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാമെന്ന് കർത്താവ് പറഞ്ഞു. അവിടെ പറയുന്നില്ല, നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ കയ്യിലുണ്ട്, പിന്നെ ഞങ്ങളെവിടെ പോകാനാ. അവരറിഞ്ഞു. അതുപോലെ അറിയാൻ ശ്രമിച്ചവരെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അവർ പിന്നെ കർത്താവിൻ്റെ ഉപാസകരായിട്ട്, ആ സുവിശേഷത്തിൻ്റെ ഉപാസകരായിട്ട് മാറുകയാണ്. ക്രൂരമായിട്ട് വിരോധിച്ചൊക്കെ നടന്നവർ
പ്രസംഗിച്ചുമൊക്കെ നടന്നവർ, ക്രിസ്തു വിരോധികളായിട്ട് നടന്നവർ അവസാനം അതിന് ഉപാസകരായിട്ട് മാറുകയായിരുന്നു. അപ്പോൾ അതെല്ലാം പറഞ്ഞു പോകും, ഇങ്ങനെ ഒരുപാട് പറഞ്ഞു പോകും. അത് നാം പറയാം, എമ്മാവസിലോട്ട് പോയപ്പോൾ ലൂക്കായുടെ 24, 13, 25 പറയുന്നുണ്ട്. അവരുടെ എന്നിട്ട് കർത്താവിൻ്റെ ശാസികൻ അവരുടെ കൂടെ നടന്ന് അവരുടെ വർത്തമാനങ്ങളെല്ലാം കേട്ടു. 2-2.5 കിലോമീറ്ററോളം അങ്ങോട്ട് പോയി നടക്കുമ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അപ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, വിഡ്ഢികളെ, നിങ്ങൾക്ക് പ്രവാചകരുടെ മുന്നറിയിപ്പുകൾ ഗ്രഹിക്കാൻ കഴിയാത്തവണ്ണം മന്ദബുദ്ധികളായി പോയോ നിങ്ങളെന്ന് ചോദിക്കുന്നു. 24, 13 മുതൽ 25 വരെയുള്ള ആ സംഭവം അതിൽ പറയുന്നുണ്ട്. അപ്പം കർത്താവിന് അവർക്ക് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് നേരിട്ട്. ഞാൻ തന്നെയാണ് ദൈവം, ഞാൻ തന്നെയാണ് മിശിഹ, രക്ഷകൻ, ക്രിസ്തു എന്ന് പറയുമ്പോൾ നമുക്ക് രക്ഷകൻ മലയാളത്തിൽ ക്രിസ്തു എന്ന് അത് ഗ്രീക്കിൽ, ലത്തീനിൽ ഒക്കെ അങ്ങനെയാണ് പറയുന്നത്. ക്രൈസ്റ്റ് അത് ഇംഗ്ലീഷ്, നമ്മൾക്ക് രക്ഷകൻ. മിശിഹ എബ്രായ സുറിയാനി വാക്കുകളിൽ. അപ്പോൾ ഇതിലെല്ലാം കർത്താവ് തന്നെ പറഞ്ഞു. അത് കൂടാതെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ നിങ്ങൾ ഒരു കൂട്ടർ പറയുന്നുണ്ട്. ഞാനതുകൊണ്ട് പ്രസക്തമായ ഭാഗങ്ങൾ 1-2 പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് തീർക്കാം. കർത്താവ് സഭ സ്ഥാപിച്ചു. ഒരിക്കൽ ഞാൻ പറയാം, ഒരു വൈദികൻ തന്നെ അവർ കൂടുതൽ പേര് ഇങ്ങനെയുള്ള ഹിന്ദുക്കളും മറ്റുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു, മറ്റു സഭക്കാർ. കാരണം കാത്തോലിക്ക സഭയിൽ നിന്ന് ഭിന്നിച്ചു പോയവരുടെ കൂട്ടർ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം പറഞ്ഞ കർത്താവ് അങ്ങനെ യേശു സഭയൊന്നും സ്ഥാപിച്ചിട്ടില്ല, മതം സ്ഥാപിച്ചില്ല അങ്ങനെ എന്ന് പറഞ്ഞ്. അപ്പം പിന്നെ ഞാൻ ചോദിക്കട്ടെ, അന്ന് എനിക്ക് ചോദിക്കാൻ പറ്റില്ല, മനസ്സിന് വല്ലാത്ത വിഷമം തോന്നി. എങ്ങനെയാണ് ചോദിക്കുന്നത് എന്ന് വിചാരിച്ചു. കാരണം ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിലെ മാനേജറാണ്. അപ്പോൾ അദ്ദേഹത്തോടെ എനിക്ക് ചോദിക്കാൻ പ്രയാസം തോന്നി. ഞാൻ ചോദിച്ചില്ല. പക്ഷേ ഞാൻ വേറെ ചില വൈദികരോട് പറഞ്ഞപ്പോഴും പറഞ്ഞാൽ എന്താ അപ്പോഴും അത് പറയേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അവരുടെ ഞങ്ങളുടെ സ്റ്റാഫ് മീറ്റിങ്ങിൽ പറഞ്ഞത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴറിയാം കർത്താവ് തന്നെ അവിടെയാണ് സഭ സ്ഥാപിച്ചത്, മതം സ്ഥാപിച്ചു. ഇനി അതുകൂടാതെ പെന്തക്കോസ്തായിൽ അത് ഉറപ്പിച്ചു, പ്രാവർത്തികമാക്കി. ഇവിടെ അതിൻ്റെ അടിസ്ഥാനം ആശയം ഇട്ടു, അവിടെ നടന്നു. പിന്നെ കൂടെ നടന്നത് തന്നെ ഇതെല്ലാം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, എല്ലാം ചെയ്തു. യേശുവിൻ്റെ പൗലോസിനെ എങ്ങനെ, സാവൂളിനെ പൗലോസാക്കിയത് എങ്ങനെയാണ്? അവിടെ യേശുവിൻ്റെ യേശുവിൻ്റെ ആത്മാവിന് നേരിട്ട് ഇടപെട്ടു. അവനെ അടിച്ച് വീഴ്ത്തി, അവിടുത്തെ കാര്യം പറഞ്ഞു, ഇന്നതാണ് നീ പിടിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. അപ്പോൾ പിന്നെ ആ സഭയ്ക്ക് വേണ്ടിയാണ് പിന്നെ നടന്നത്, സഭ സ്ഥാപിച്ച്. അവന് യേശുവാണ് സഭ സ്ഥാപിച്ചത്, അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ യേശു സ്ഥാപിച്ച സഭയാണ്. ആ സഭയിൽ നിന്ന് ഭിന്നിച്ചു പോയവർക്ക് പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോന്ന് പൊട്ടൻ ന്യായങ്ങൾ, മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ അത് അവർക്ക് ലിറ്ററേച്ചർ ഇതുമായിട്ട് അവർക്ക് ബൈബിൾ വാക്യങ്ങളുമായിട്ട് അതിനെ അവർക്ക് ഖണ്ഡിക്കാൻ പറ്റുകയില്ല. കാരണം ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് അവർ മാറ്റണം. ഈ ഭാഗങ്ങൾ ഈ കേസറിയയിൽ വെച്ച് നടന്ന അവിടെ കളിയും തമാശയും പറഞ്ഞ് തോളിൽ കൈയിട്ട് ചിരിച്ചുകൊണ്ട് നടന്ന് പൊട്ടി ചിരിച്ചുകൊണ്ട് നടന്ന എല്ലാവരും കൂടെ യേശുവിൻ്റെ തോളിൽ യേശുവും ശിഷ്യരും എല്ലാവരും കൂടെ അവിടെ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് കാര്യങ്ങൾ. അപ്പം അതൊക്കെ അതിന് വേറെ പല വ്യാഖ്യാനങ്ങളും പാറയെന്നൊക്കെ പറഞ്ഞപ്പോൾ വേറെ വ്യാഖ്യാനങ്ങളൊക്കെ എന്നോട് നേരിട്ട് പറഞ്ഞ പാസ്റ്റർമാരുണ്ട്. അപ്പോൾ അതിലൊക്കെ തെറ്റാണ് അവരുടെ. ഞാനതിന് ഇതൊക്കെ അതിലിപ്പോൾ കൂടുതൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. കർത്താവ് തന്നെ അതിന് ഞാനൊരു തെളിവ് വന്നു. കർത്താവ് തന്നെ പറഞ്ഞു. പിന്നെ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് അവർ സഭ സ്ഥാപിച്ചു. പെന്തക്കോസ്തായിൽ അത് പൂർണ്ണമായി. ഇനിയും കുരിശിൽ തന്നെ അത് പൂർണ്ണമായി. കള്ളനോട് ദിമാക്കോസിനോട് പറഞ്ഞു, വലതുഭാഗത്തുള്ള ആളുടെ കള്ളൻ കുറ്റവാളിയോട് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടി പർദീസായിലായിരിക്കും. ആ പർദീസായുടെ അധികാരി ആരാ? ദൈവമാണ്. ആ ദൈവം ആരാ? ക്രിസ്തു. അങ്ങനെ പറയണമെങ്കിൽ ക്രിസ്തു ആരാ? ദൈവമാണ്. അതൊക്കെ ഇനിയും കൂടുതൽ വിശദീകരിക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. ഇനിയിപ്പം അത് ഒന്നും കൂടെ പറയാം. നടപടിക്രമങ്ങളിൽ
ശ്ലീഹന്മാരുടെ ആക്ട്സ് ഒന്നാം അധ്യായം 22 മുതൽ 24 വാക്യങ്ങളിൽ ക്രിസ്തു മരിച്ചു, യൂദാസ് പോയി നശിച്ചു. അപ്പം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അവർക്ക് പരിശുദ്ധാത്മാവ് വർഷം ഉണ്ടായി. അപ്പോൾ അവിടെ വെച്ച് അവർ പറയുന്നുണ്ട്, എന്തുവാ പത്രോസ് പറയുന്നു, നമുക്ക് നഷ്ടപ്പെട്ടു പോയവൻ്റെ സ്ഥാനം നികത്തണം, ഒരാൾ വേണം, നശിച്ചു പോയവൻ്റെ സ്ഥാനത്ത് ഒരാൾ വേണം, 12 പേര് തികയണം, കർത്താവ് തിരഞ്ഞെടുത്ത ഒരാൾ വേണം. അപ്പോൾ യൂദാസ് അങ്ങനെ ആത്മഹത്യ ചെയ്തു പോയി. അപ്പോൾ അത് വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്, എങ്ങനെയുള്ള അതിനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ നമുക്ക് തിരഞ്ഞെടുക്കണം, എങ്ങനെയുള്ളവരെ എന്നാണ് പറയുന്നത്. അത് മാമോദിസ മുതൽ, ക്രിസ്തുവിൻ്റെ സ്നാനം മുതൽ ഉത്ഥാനം വരെയും സ്വർഗാരോഹണം വരെയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരിക്കണം, എങ്കിൽ അത് ശരിയാകത്തുള്ളൂ. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അല്ലാതെ ഒരാളെ അങ്ങ് തിരഞ്ഞെടുത്തൂടെ? അവിടെ പരിശുദ്ധാത്മാവ് വർഷിച്ച ഒരാളെ, പരിശുദ്ധാത്മാവ് ആവസിച്ച ഒരാളെ അങ്ങ് എടുത്ത് അങ്ങനല്ല. ഇതെല്ലാം പ്രഘോഷിക്കണമെങ്കിൽ കണ്ട് കേട്ട് അറിഞ്ഞ് ഐ വിറ്റ്നസ് ആയിരിക്കണം, ദൃക്സാക്ഷികളായിരിക്കണം. അതിനാണ് കൂടെ നടന്നവർ. ഒരുപാട് ശിഷ്യന്മാരാണ്, ഈ 12 പേരല്ല, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുകയാണ്, അന്യ മതസ്ഥർക്ക് വേണ്ടി പറയുകയാണ്. 12 പേരല്ല ശിഷ്യർ, ആയിരക്കണക്കിനുണ്ടായിരുന്നു, പതിനായിരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാവരും ഒരു ഭാഗം വിട്ടുപോയി. ഈ 12 പേര് അതിൽ ശിഷ്യശ്രേഷ്ഠരാണ്. അപ്പോൾ അവിടെ പത്രോസ് പറയുന്നു, നടപടിക്രമങ്ങൾ 1-ാം അധ്യായം 21-ാം വാക്യം, അതിനാൽ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം. ഈ യോഹന്നാൻ്റെ സ്നാനം മുതൽ, പറഞ്ഞാൽ യോഹന്നാൻ നമ്മിൽ, കർത്താവ് യോഹന്നാൻ്റെ സ്നാനം സ്വീകരിച്ചത് മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ വരെ യേശു എന്ന് പറഞ്ഞാൽ സ്വർഗാരോഹണം വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും, നമ്മളെല്ലാം കൂടെ ശിഷ്യരുടെ കൂടെ നടന്ന ആ കാലം മുഴുവനും, ഇടയ്ക്ക് വെച്ച് പോയവരൊന്നുമല്ല, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെയാണ് സാക്ഷിയായിട്ട് പിന്നെ ആ യൂദാസിൻ്റെ സ്ഥാനം നികത്തുന്നത്. കാരണം മുഴുവൻ സമയം കൂടെ ഇരുന്ന് അറിഞ്ഞവരായിരിക്കണം, അല്ലെ എപ്പോഴെങ്കിലും വന്ന് എന്തെങ്കിലും പറയുന്നവരോ കേട്ടവരോ കർത്താവിൻ്റെ ഉപദേശം കേട്ടുകൊണ്ട് നടന്നവരൊന്നും അല്ല. ഇതിനെല്ലാം സാക്ഷിയായിട്ട് കൂടെ ഇവരുടെ ശിക്ഷ ഈ 12 പേരുടെയും കൂടെ നടന്നയാളായിരിക്കണം. അപ്പോൾ ഇതൊക്കെ ചരിത്രപരമായ കാര്യങ്ങളാണ്. ഇനി ഞാൻ പറഞ്ഞ ഇനിയും അത് ഞാനത് പറയാം, ചരിത്ര രേഖകൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം, നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയാം. ഇപ്പം പഠിക്കാനുള്ളത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾക്ക് ഒന്ന് പഠിക്കണം. അതും കൂടെ ഒരു വളരെ ചുരുക്കമായിട്ട് ഇതുപോലെ പറയാം, എല്ലാം കൂടെ വിസ്തരിക്കുകയല്ല, അത് ഒരുപാടുണ്ട്. അപ്പം കർത്താവിന്, അപ്പം ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ അവർ എന്ത് ചെയ്യണം? അവർക്ക് ഒരു അവർ മുൻവിധിയില്ലാതെ അതിനുവേണ്ടി വാഞ്ചിച്ച് ആഗ്രഹത്തോടുകൂടി, ആഗ്രഹമല്ല അത്യാഗ്രഹത്തോടുകൂടി തന്നെ അത് ഇറങ്ങണം. എന്തുവാ? ബൈബിളിൽ വായിച്ചാൽ മതി, ഈ പുസ്തകം വായിച്ചാൽ മതി. പുസ്തകത്തിലെല്ലാം ഒന്നും വായിക്കണം, പുതിയ നിയമം മാത്രം വായിച്ചാലും മതി, ക്രമേണ എല്ലാം കൂടെ വായിക്കാമെങ്കിൽ നല്ലത്. അങ്ങനെ വായിച്ചാൽ മതി. അഭിവാഞ്ചയോടുകൂടി വായിച്ചു കഴിഞ്ഞാൽ വായിച്ച് തീരുന്നതിന് മുൻപേ പകുതിയാകുമ്പോഴേ നിങ്ങൾ പുതിയ നിയമത്തിലെ 1-2 സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ എന്തുവാ, അടിമയാകും. കാരണം അടിമയായിരിക്കണം കർത്താവിൻ്റെ, യേശുവിൻ്റെ, ദൈവത്തിൻ്റെ. അങ്ങനെയുള്ളവർക്ക് പിന്നെ അത് പൂർണ്ണമായിട്ട് അതിലലിഞ്ഞ് ചേരും. അതിൽ സാവൂളിന് പറ്റിയതുപോലെ, പൗലോസായതുപോലെ, ഈ സ്ലീഹന്മാരെ പോലെ, 12 പേരെ പോലെ. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ആകുമ്പോഴെന്ത് ചെയ്യണം? അപ്പോൾ അവർക്ക് ദൈവകൃപ ലഭിക്കും, ഗ്രേസ് അത് കിട്ടും, ഗ്രേസ് കിട്ടും. പരിശുദ്ധാത്മാവിൻ്റെ അതുമൂലം കൃപ കിട്ടിയാൽ, പരിശുദ്ധാത്മാവ് മൂലം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തെ പൂർണ്ണമായിട്ട്, അത് ചെറുതായിട്ടല്ല പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴാണ് അവർക്ക് ഫെയ്ത്ത്, വിശ്വാസവും കൂടി ഉണ്ടാകും. ആ കൃപ ലഭിച്ചു കഴിയുമ്പോൾ ഉണ്ടാകി അങ്ങനെ ക്രിസ്തുവിനെ പൂർണ്ണ രൂപത്തിൽ അവർക്ക് കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അങ്ങനെയുള്ളവർ ആദ്യം ഇതിനൊന്ന് ശ്രമിച്ച് നോക്കും.
എന്നിട്ട് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇന്ന് ചരിത്ര സത്യമാണ്, ഉണ്മയാണ്. അതുകൊണ്ടാണ് ഇന്നും യേശു പലർക്കും എല്ലാവർക്കും വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാവർക്കും പലർക്കും എന്നല്ല ഞാൻ പറഞ്ഞ പ്രത്യക്ഷമാകുന്നുണ്ട്, ദർശനം കിട്ടുന്നുണ്ട്. അതിൻ്റെ കാര്യം പറഞ്ഞേ, വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും, കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, അറിയണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ദർശനം നൽകിക്കൊണ്ട് തന്നെ ഇന്ന് നമ്മളുടെ ഉടനീളം നമ്മുടെ കൂടെ തന്നെ വസിക്കുന്നു. നമ്മളുടെ കൂടെ തന്നെ എന്നല്ല, നമ്മളിൽ തന്നെ വസിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഗ്രേസ് ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ ഫെയ്ത്തും കൂടെ ആയിക്കഴിഞ്ഞ്, വിശ്വാസം കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മളിൽ തന്നെ അവൻ വസിക്കും. അപ്പോഴറിയാം, പിന്നെ അത് ഒന്നും എതിർക്കാനും പറയാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഇത് സാധാരണ ഉള്ള കാര്യം. ഒരു സയൻസ് പോലെ തന്നെ നമുക്കൊരു പരീക്ഷണത്തിൽ കൂടി തെളിയിക്കാം. അതുപോലെ തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ ഇനി ലിഖിതരേഖകളൊക്കെ പറയുമ്പോൾ ഞാൻ നമുക്ക് ഇത് ചരിത്രകാരന്മാരുടെയൊക്കെ നമുക്ക് ഒരു ചുരുക്കമായിട്ട് ഒരു എപ്പിസോഡ് അത് തന്നെ ചെയ്യാം. നമുക്ക് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഒന്ന് നോക്കാം. റോമൻ മേധാവിത്വമായിരുന്നു യേശു ജനിക്കുമ്പോൾ, കർത്താവ് ജനിക്കുമ്പോൾ, ഭൂജാതനാകുമ്പോൾ റോമൻ മേധാവിത്വത്തിലാണ് പലസ്തീന. ഈ പലസ്തീന എന്ന് പറയുന്നത് ആ സ്ഥലം, ആ രാജ്യം എന്ന് പറയാം അന്ന് യഹൂദർ വസിച്ചിരുന്ന രാജ്യമാണ്. അതിപ്പോൾ അതിന് ശേഷം കർത്താവ് ജനിച്ചതിനും 600 വർഷം അവർ യഹൂദർ അവിടെ വസിക്കുന്നതിനും 1900 വർഷത്തിന് ശേഷം ഉണ്ടായവർ പറയുന്ന അവിടെ ഞങ്ങളാ വസിച്ചിരുന്നത്, ഞങ്ങളുടെ മുൻഗാമികളാ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ എന്ത് വിഡ്ഢിത്തവും മൗഢ്യവുമാണ് എന്നുള്ളത് പറയാൻ പറ്റില്ല. ഞാനതിന് വിശദീകരിച്ച് കൂടുതൽ പറയാൻ എല്ലാവർക്കും അറിയാം. സാധാരണ ബുദ്ധിയുള്ളവർക്കല്ലാതെ മനസ്സിലാക്കാൻ പറ്റും. അതുണ്ടായത് 600 AD 600-കളിലൊക്കെയാണ്. അതിന് മുൻപേ 1900 വർഷങ്ങൾക്ക് മുൻപ് അവിടെ അവർ അബ്രഹാമിൻ്റെ കാലത്ത് മുതൽ 19 നൂറ്റാണ്ട് മുൻപ് അവിടെ അവർ യഹൂദ മതമായി കഴിഞ്ഞ അതിനുശേഷം അബ്രഹാമിന് ശേഷം പുറപ്പാട് 1300 കൂടിയൊക്കെ അവിടെ അവർ താമസിച്ച് തുടങ്ങുമ്പോൾ ഈ പലസ്തീന എന്ന് പറയുമ്പോൾ അതൊരു വിസ്തൃതമായ പ്രദേശമാണ്. ഇന്ന് പറയുന്ന പോലെ ഒരു ഇച്ചിരി സ്ഥലമല്ല. ഇന്നിപ്പോൾ അത് പല രാജ്യങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവർ അന്ന് അതിൻ്റെ 90% അവിടെ ഒരു 80% യഹൂദർ തന്നെയാണ്. മറ്റുള്ളവരും ഒക്കെ ഉണ്ട് എന്നേ ഉള്ളൂ. അല്ലാതെ അന്ന് അവിടെ ഈ പറയുന്ന മതങ്ങളൊന്നും ഇല്ലല്ലോ. മറ്റ് പേഗൻ മതങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇനി അതിൻ്റെ സ്ഥാനം, അതിൻ്റെ ഒരു ഭൂരേഖ നമുക്ക് പറയാം. മെഡിറ്ററേനിയൻ കടലിൻ്റെ തെക്ക് കിഴക്ക് തീരം തൊട്ട് കിഴക്കോട്ട് യോർദാൻ നദിയുടെ അക്കരയിലും ഉണ്ടായിരുന്നു. അത് മുതൽ അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറ് സിറിയയുടെ തെക്കോട്ട് ഈജിപ്ത് വരെയും വ്യാപിച്ച് കിടന്ന ഒരു വലിയ പ്രദേശമായിരുന്നു പലസ്തീൻ. ഇനിയും അത് ഈ പലസ്തീൻ പ്രദേശം അതിന് മുൻപ് ദാവീദിൻ്റെ കാലത്ത്, അതായത് 2000 വർഷങ്ങൾക്കൊക്കെ മുൻപ് ദാവീദിൻ്റെ കാലത്ത് ഇത് വേറെയും ഇതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളും കൂടെ ഇത് പലസ്തീനിൽ ചേർന്നിരുന്നു. യഹൂദ സാമ്രാജ്യമാകുന്നത് ദാവീദിൻ്റെ കാലത്താണ്. അബ്രഹാമിനെ വിളിച്ചു മാറ്റി നിർത്തി പോയി നിനക്ക് നിൻ്റെ സന്തതികൾക്ക് ഞാൻ ഈ ദേശം തരുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അബ്രഹാം മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ളവർ കൊടുക്കുക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ കൊടുക്കാനായിട്ട് കർത്താവ് തീരുമാനിച്ചുവെങ്കിലും അവർക്ക് ചില ജോസഫിൻ്റെ അബ്രഹാമിൻ്റെ പൗത്രൻ യാക്കോബിൻ്റെ മകൻ ജോസഫ് ഈജിപ്തിൽ പോയി അവിടെ ഈ അധികാരങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം ലഭിച്ചു. അതെല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ അതൊക്കെ അവിടെ തന്നെ 400 വർഷത്തോളം അവിടെ തന്നെ 300 ചില്ലുവാൻ വർഷങ്ങൾ അവിടെ കഴിഞ്ഞപ്പോഴത്തെ 400 വർഷങ്ങളോളം കഴിഞ്ഞപ്പോൾ
പിന്നെ വന്ന രാജാക്കന്മാർക്ക് ആർക്കും ജോസഫിൻ്റെ സേവനം കൊണ്ട് ഈജിപ്തിനുണ്ടായ ആ മഹിമയും സ്ഥാനവും ഔന്നത്യവും ഉയർച്ചയും വളർച്ചയും ഒന്നും അവർക്കാർക്കും മനസ്സിലായില്ല. ഈ കൂട്ടർ പിന്നെ ജോസഫിനെ അനുഗമിച്ച് ജോസഫിൻ്റെ പിതാവ് യാക്കോബ് മക്കളും ബാക്കി ജോസഫിൻ്റെ സഹോദരങ്ങളും എല്ലാവരും അവിടെ വന്ന് അന്നത്തെ ഫറവോയുടെ ജോസഫിൻ്റെ ആ സേവനത്തിനോടുള്ള നന്ദിയായിട്ട് ഈജിപ്ത് പ്രദേശം അവർക്ക് വസിക്കാനായിട്ട് കൊടുത്തൊരു ഭാഗം അത് വസിച്ചു. അങ്ങനെ വന്ന് 400 വർഷങ്ങളോളം ആയപ്പോഴത്തേക്ക് അവർ വലിയൊരു ജനതയായി. പിന്നെ ഈ 400 വർഷങ്ങളെന്ന് പറയുമ്പോൾ എത്ര തലമുറ അവർ അപ്പോൾ വന്ന അധികാരികൾക്ക് അതൊന്നും മനസ്സിലായില്ല. അതൊക്കെ അങ്ങ് പോയി, ഓർമ്മയിൽ പോയി. അപ്പോൾ അവർ ശത്രുതയിലായി. അവരെ അടിമകളെ പോലെ അവിടെ കഷ്ടപ്പെടേണ്ടി വന്നു. അവർക്ക് പൗരത്വമില്ല, അടിമകളാണ്. അങ്ങനെ വന്നപ്പോഴാണ് അവരെ മോചിപ്പിച്ച് കർത്താവ് മോശയുടെ നേതൃത്വത്തിൽ മോശയെ ഉയർത്തി മോശയുടെ നേതൃത്വത്തിൽ അവരെ അവിടുന്ന് മോചിപ്പിച്ച് ബലമായിട്ട് മോചിപ്പിച്ച് അവരുടെ രക്ഷാകർത്താവായിട്ട് സീനായി സമതലത്തിൽ വെച്ച് മലയുടെ അടിവാരത്തിൽ വെച്ച് അവർക്ക് രക്ഷാകർത്തൃ സ്ഥാനം എടുത്ത് അവരുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി. ഞാൻ നിങ്ങളെ വലിയ ജനതയാക്കാൻ പോവുകയാണ്, വലിയ സ്ഥാനം നിങ്ങൾ പൂർവ്വപിതാവായ അബ്രഹാത്തോട് ചെയ്ത ഉടമ്പടി ഞാൻ പറഞ്ഞ വാഗ്ദാനം ഇവിടെ നടപ്പാക്കുകയാണ്. കാനാൻ ദേശം, ആ പലസ്തീന ദേശം നിങ്ങൾക്ക് തരികയാണ് എന്ന് പറഞ്ഞു കൊണ്ടുപോയി അവർക്കത് കൊടുത്തു. അത് കൊടുത്തപ്പോൾ ഫിലിസ്തീർ എന്ന് പറയുന്ന ഒരു വർഗത്തെ, വെറും മ്ലേച്ഛതയാർന്ന ക്രൂരതയാർന്ന ഒരു വർഗത്തെ അവിടെ കർത്താവ് പൂർണ്ണമായിട്ട് അവരെ ഒഴിവാക്കിയിരുന്നില്ല. കാരണം എന്താ? ഇവരൊരു ദുശാഠ്യ ജനമാണ് ഈ മനുഷ്യർ. കാരണം സീനായി ആ സമരത്തിൽ വെച്ച് കർത്താവ് ഇതൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ഇവരിവിടെ വേറെ അഴിഞ്ഞാട്ടങ്ങളൊക്കെയാണ്. അവർ ഈജിപ്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെയായി അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കർത്താവിനെ കാണുന്നില്ല, മോശയെ കാണുന്നില്ല. കുറേ ദിവസങ്ങളായി, 40 ദിവസം കൊണ്ട് എപ്പോഴവർക്ക് ആ പഴയ അതിൽ അവർക്ക് വിടാൻ വയ്യ. ഒരിക്കൽ ആ രുചി പറ്റിയ ആ ലോകത്തിൻ്റെ ആ ചിന്ത മമതകൾ കളയാൻ പറ്റിയില്ല. ഇന്ന് നമ്മളായാലും തന്നെ അങ്ങനെ തന്നെ. അവർ ദുശാഠ്യക്കാരായ ജനമാണെന്നും പറഞ്ഞ് കർത്താവ് മോശയും ശാസിച്ചു. അവരെ കൊണ്ട് വീണ്ടും 40 വർഷത്തിൽ ചെല്ലുവാൻ അവിടെ മരുഭൂമിയിൽ കൂടി അലഞ്ഞത് അവരെ കൊണ്ട് നടക്കേണ്ടി വന്നു. കൂടുതൽ കഷ്ടപ്പെട്ട് ആ ഒരു തലമുറ മൊത്തം നശിക്കുന്നിടം വരെ കർത്താവ് അങ്ങനെ ചെയ്തു. പുതിയ തലമുറയാണ് പിന്നെ കാനാൻ ദേശം കൈവശമാക്കുന്നത്. അങ്ങനെ വന്ന പിന്നെ ദാവീദ് രാജാവ് ആണ് ആ ഒരു സിംഹാസനം ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഇനി ദാവീദിൻ്റെ മകൻ സോളമൻ്റെ കാലത്ത് അത് സുവർണദശയുടെ, ദാവീദിൻ്റെ കാലത്ത് സുവർണദശയാണെങ്കിൽ സോളമൻ്റെ കാലത്ത് അത്യുന്നതമായ ഉയർച്ചയിലായി. ആ സാമ്രാജ്യം വികസിച്ചു. ആഫ്രിക്കൻ ദേശങ്ങൾ വരെ ഉള്ള രാജാക്കന്മാർ വരെ വന്ന് സോളമനോട് സാമന്ത പദവി ചോദിച്ചു വരികയാണ്. കാരണം അങ്ങോട്ട് ചെന്ന് ആക്രമിക്കേണ്ട, ഞങ്ങൾ കീഴടങ്ങി സാമന്ത ഞങ്ങൾക്ക് അപ്പം തന്ന് ജീവിച്ചോളാം, നികുതിയും തന്ന് ജീവിച്ചോളാം എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ സാമ്രാജ്യം അപ്പോൾ പല മടങ്ങായിട്ട് പലയിടത്തുമായിട്ട് വ്യാപിച്ചു. പക്ഷേ പിന്നീട് അത് നശിച്ചു. അപ്പോൾ അന്ന് യഹൂദരാണ് അവിടെ ജീവിച്ചിരുന്നത്. മറ്റു ജനതകൾ കുറച്ചുണ്ട് ഇതുപോലെ പേഗൻ ഫിലിസ്തീയരെ പോലെയൊക്കെ. അവരെ എന്തിനാ അവിടെ നിർത്തിയിരുന്ന് പറയാം? ഇവർ ദുശാഠ്യക്കാരായ ജനം വീണ്ടും ദൈവത്തിനെതിരായിട്ട് തിരിയും. അതുകൊണ്ട് ഇവരെ മര്യാദ പഠിപ്പിക്കാൻ അവരും കൂടെ വേണം, ഒരു പ്രതിപക്ഷം വേണം. അപ്പോഴേ ഇവർ ഓർക്കത്തുള്ളൂ. അവർക്ക് കൈവിട്ട് കൊടുക്കുക, അവരെ ശക്തിപ്പെടുത്തി അവർക്ക് കൊടുക്കുക. അങ്ങനെ നമുക്ക് ചരിത്രം പഠിക്കുന്നുണ്ട്, നമ്മൾ കുറേ കാലം പഠിക്കുന്നുണ്ട് അതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു യഹൂദ സാമ്രാജ്യമായിരുന്നു അവിടെ എല്ലാം. പിന്നെ അവരുടെ ചില കാരണങ്ങളാൽ ദൈവത്തോടുള്ളവർ മറുതലിക്കുമ്പോൾ പലതും അവർക്ക് കളയേണ്ടി വന്ന് നഷ്ടപ്പെട്ടു വന്നു. പിന്നെ ഇപ്പോൾ കർത്താവിൻ്റെ സമയത്ത് റോമൻ ആധിപത്യമാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ആധിപത്യത്തിൽ യവന സാമ്രാജ്യം വന്നു. മക്കബായരുടെ അത് കഴിഞ്ഞു യവന സാമ്രാജ്യം വന്നു. യവന സാമ്രാജ്യത്തിലെ മക്കബായരുടെ അവരുടെ മത്തേസും അതിൻ്റെ മരണശേഷം അവർ പിൻതലമുറക്കാർ വന്നു. രണ്ടുപേർ തമ്മിൽ യുദ്ധമായി. അവർ ഹൈർക്കാനൂസും അരിസ്റ്റോബുലൂസ്, ഇങ്ങനെ 2 പേര്. അപ്പോൾ അവർ തമ്മിൽ യുദ്ധം, അപ്പോൾ അവർ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതായപ്പോൾ പിന്നെ
യവനരാണ് വന്ന് യവനർ അവിടെ ഭരണം നടത്തുകയാണ്. ആ യവനരെ അപ്പോൾ അവർക്കൊരു ബുദ്ധി തോന്നി, യവനരെ ഓടിക്കാൻ റോമൻ സാമ്രാജ്യ ചക്രവർത്തിയെ വിളിക്കാമെന്ന്. അപ്പോൾ പോംപെയാണ് ചക്രവർത്തി. പോംപെയെ വിളിച്ചു. അവിടെ ചെന്ന് 63 അപ്പോൾ പോംപെയുടെ സൈന്യം മുഴുവനും ഇരച്ചു കയറി. അപ്പോൾ അത് വന്ന് ഗ്രീക്കുകാരെയെല്ലാം നശിപ്പിച്ചു, ഓടിച്ചു. എന്നിട്ട് ജെറുസലേം മുഴുവനും അരിച്ചു പെറുക്കി മുഴുവനും, അന്നത്തെ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണവും വെള്ളിയും നിക്ഷേപങ്ങളും ഒക്കെ അവിടെ ജെറുസലേം ദേവാലയത്തിലായിരുന്നു. അപ്പോൾ അതെല്ലാം അവർ കൊള്ളയടിച്ചുകൊണ്ട് പോയി. പോംപെ റോമൻ ചക്രവർത്തി കൊണ്ടുപോയി. പക്ഷേ അദ്ദേഹം ഈ 2 പേര് ഹൈർക്കാന്യൂസിനെയും അരിസ്റ്റോബുലൂസും ഉണ്ടായിരുന്നതിൽ ഹൈർക്കാന്യൂസിനെ ആയിരുന്നു അനുകൂലിച്ചത്. അപ്പം മറ്റേ ആൾ യുദ്ധത്തിനിറങ്ങി, എല്ലാവരുമായിട്ട് വലിയ ബഹളമായി. BC 63 വലിയ നാശമാണ് അവിടെ നടന്നത്. അപ്പോൾ അങ്ങനെ വന്ന അവർക്ക് റോമൻ സാമ്രാജ്യം അവിടെ സ്ഥാപിതമായി. അപ്പോൾ നോക്കണം, ശത്രുവിനെ തോൽപ്പിക്കാൻ മറ്റൊരു ശത്രുവിനെ കൂട്ടുപിടിച്ചപ്പോൾ ഉണ്ടായാൽ, ഇത് നമ്മൾക്ക് നടക്കുന്നത് അങ്ങനെയാണ്. ഒരു ശത്രുവിനെ തോൽപ്പിക്കാൻ മറ്റ് ശത്രുവിനെ പിടിക്കുമ്പോൾ ആ ശത്രുവിൻ്റെ ഉന്നം എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. ചിന്തിക്കാതെ അത് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ സുഭാഷിതങ്ങളും ഇതൊക്കെ പറയാൻ ഉണ്ട്. അത് നമ്മൾ സമയം അതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കാം. അപ്പോൾ ഈ സമയത്തല്ല, അപ്പോഴെന്ത് ചെയ്യുന്നു, ഈ പറ്റിലെല്ലാം യഹൂദർ അപ്പോൾ വരാനുള്ള രക്ഷകന് വേണ്ടി ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ് ഉടനെ വരണമെന്ന്. അപ്പം നമ്മളെ യാവയുടെ മോചന വാഗ്ദാനങ്ങളെയാണ് നിരന്തരം ഇവരിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണം. ആ വാഗ്ദാനം, ആ സമാശ്വാസം, ഏക സമാശ്വാസം, ക്രിസ്തു എന്ന മിശിഹ എന്ന സമാശ്വാസം എത്തണം. ഞങ്ങൾ അതിനുവേണ്ടി നോക്കി പാർക്കുകയാണെന്നുള്ള അങ്ങനെ വന്നു. അപ്പം പിന്നെ നിലവിളിച്ചുകൊണ്ടിരിക്കണം, അവർക്കതേ കഴിയുന്നുള്ളൂ. അപ്പോഴും ഇനിയും പോംപെയുടെ പിൻഗാമിയായി പോംപെ മരിച്ചപ്പോൾ സാമ്രാജ്യാധിപ സ്ഥാനം കരസ്ഥമാക്കിയത് ജൂലിയസ് സീസറാണ്. ജൂലിയസ് സീസർ കുറച്ചും കൂടെ അത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു. ആ ജനതയെ ഭരിക്കുന്നതിന് സ്ഥിരമായിട്ട് ഭരിക്കണം, അതൊരു ഭരണക്രമം ഉണ്ടാകണം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ചു. അതൊക്കെ അവർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാനതിൽ ഫേസ്ബുക്കിൽ സമയം കുറവാണ്, കാരണം എനിക്ക് 30 മിനിറ്റ് കൂടുതൽ അതിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ അത് നിർത്തുകയാണ്. അതിന് ഒരു കാര്യം ചെയ്യണം, ഫേസ്ബുക്കുകാർ അവിടെയും കൂടെ ഒന്ന് ഈ യൂട്യൂബിലും കൂടെ എൻ്റെ ചാനൽ നോക്കി ബാക്കിയുള്ള കേൾക്കണം. പക്ഷേ ഞാനത് നിർത്തുകയാണ് ഇപ്പോൾ. അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് ബാക്കി കാര്യം വയ്ക്കാം, ജൂലിയസ് സീസറിൻ്റെ കാര്യം. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ കേട്ട കാര്യങ്ങളൊക്കെ ചരിത്രപരമായിട്ടൊക്കെ അറിയാവുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കണം, വായിക്കണം, കിട്ടാവുന്ന രേഖകൾ വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് പ്രാർത്ഥനാ നിയോഗങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. മക്കളില്ലാത്തവരുടെ വിഷമങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്, അവരുടെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊക്കെ നമ്മളുടെ പ്രാർത്ഥന സ്വീകരിക്കണം. അപ്പം നമ്മളൊക്കെ പോലെ അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഞ്ഞിനെ താലോലിക്കണമെന്ന്. അമ്മമാരും അപ്പന്മാരും ഒക്കെ അവർക്കുണ്ടാകണം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ സന്താനങ്ങൾ നിലനിൽക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ശക്തമായിട്ട് മറ്റുള്ളവർ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി അതിനാളും പേരും ഊരും ഒന്നും അറിയണ്ട, ഇങ്ങനെയുള്ളവരുണ്ട് എന്നറിഞ്ഞാൽ മതി. പിന്നെ രോഗികളായിട്ട് ഉള്ളവർ, അവർക്ക് വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. അവരെ ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ കർത്താവിൻ്റെ മഹത്വമൊക്കെ ഇറങ്ങി വന്ന് അവരെ ആവസിച്ച്, ഏദൻ തോട്ടത്തിൽ ആദ്യമായിട്ട് അവരെ സൃഷ്ടിച്ച് വെച്ചപ്പോൾ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവിടെ രോഗമോ വേദനകളോ കുറവോ അങ്ങനെയുള്ളൊരു വാക്ക് പോലും, ഒരു ആശയം പോലും ഇല്ലായിരുന്നു. അനാരോഗ്യവും ഇതൊന്നും. കാരണം ദൈവത്തിൻ്റെ മഹത്വത്തിൽ പൊതിഞ്ഞ് ദൈവത്തിൻ്റെ ജീവശ്വാസത്തിലാണ് അവരും ശ്വസിക്കുന്നതും എല്ലാം. അപ്പോൾ ആ സ്ഥിതിയിൽ അവരായിത്തീരുന്നതിന് വേണ്ടി നമ്മളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ രോഗങ്ങളെല്ലാം മാറും, അസ്വസ്ഥതകളെല്ലാം മാറും, കുഞ്ഞുങ്ങളില്ല എന്നുള്ള, സന്താനങ്ങളില്ല എന്നുള്ള വിഷമം ഉണ്ടാകത്തില്ല. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വർദ്ധിച്ച് പെരുകാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം ഉരുവിട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. കർത്താവെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, 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 സ്തോത്രം, സ്തോത്രം. കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു, 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 വാഴ്ത്തുന്നു, വന്ദിക്കുന്നു. കർത്താവിന് സ്തുതി, സ്തുതി, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. അവിടുന്ന്
നൽകിയ വാഗ്ദാനം, മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് അവിടുന്ന് ആദ്യം നൽകിയ വാഗ്ദാനമാണല്ലോ നിങ്ങൾ ഭൂമി മുഴുവനും നിറഞ്ഞ് പെരുകുവിൻ എന്നുള്ളത്. കർത്താവേ, അവിടുത്തെ ആ വാഗ്ദാനം ഇന്ന് അവർക്ക് ആ മഹിമ, ആ അനുഗ്രഹം ലഭിക്കാത്തവരുണ്ട് കർത്താവേ. അത് അവരുടെ കുറ്റമാണോ എന്താണെന്നൊന്നും അറിയാൻ പറ്റത്തില്ലെങ്കിലും അവിടുത്തെ മഹത്വം വന്ന് ഏദൻ തോട്ടത്തിൽ ആദ്യകാലത്ത് അവർ പാപം ചെയ്യുന്നതിന് മുൻപ്, പാപികളായി തീരുന്നതിന് മുൻപ് ഉണ്ടായിരുന്നത് പോലെ അവിടുത്തെ മഹത്വവും അവിടുത്തെ ആ ജീവശ്വാസവും അവരിലുണ്ടെങ്കിൽ അവർക്ക് ഈ വിഷമങ്ങളൊന്നും ആർക്കും ഉണ്ടാകത്തില്ല. രോഗങ്ങളില്ല, അനാരോഗ്യം ഒന്നും ആരെയും ബാധിക്കത്തില്ല. ഉള്ളതെല്ലാം മാറിക്കിട്ടും. സന്താനങ്ങളില്ലാതെ ആരും വിഷമിക്കത്തില്ല. ഉത്കണ്ഠകളും ആകുലതകളും ഉണ്ടാകത്തില്ല കർത്താവെ. അതുപോലെ തന്നെ ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്നവർ എന്തുമാത്രം പ്രയാസങ്ങളായിരിക്കും അവരുടെ ജീവിതവും കുടുംബങ്ങളും എല്ലാം. കാരണം രോഗം അവർക്ക് വരുന്ന പ്രത്യക്ഷത്തിൽ രോഗം അവരുടെ ടെക്നിക്കലായിട്ട് പരിശോധിക്കുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ അതൊന്നുമില്ല. പക്ഷേ കാണുമ്പോൾ അവർ രോഗികളാണ് എപ്പോഴും. അവരുടെ മനസ്സിലും രോഗികളാണ്. അപ്പോൾ ആ മനസ്സുകളെല്ലാം ശുദ്ധീകരിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവെ. ഞങ്ങൾ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടുത്തേക്ക് സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ഞങ്ങൾ അർപ്പിക്കുന്നു. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കാര്യങ്ങൾക്കെല്ലാം അവിടുത്തേക്ക് സമർപ്പിച്ച് അതിൽ നിന്ന് അവിടുന്ന് എല്ലാത്തിനും മോചനവും വിടുതലും കൊടുത്ത് എല്ലാവർക്കും സന്തോഷവും സൗഹൃദവും അവിടുന്ന് കൊടുക്കുന്നതിലേക്ക് ഞങ്ങൾ അവിടുത്തേക്ക് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ കൃതജ്ഞത അർപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നന്ദി.